സാർ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം സാർ പറയുന്ന ഓരോ കഥകളും നമ്മൾ കൊണ്ടുപോയി എല്ലായിടത്തും കോപ്പിറൈറ്റ് ഇല്ലാണ്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് സിനിമയുടെ പുറകിലുള്ള ഒരുപാട് ഹിസ്റ്ററി ആണല്ലോ സാറിന് ഇത് കിട്ടുന്നത്. ദ വേ ഓൾ ആർ ഫേവറേറ്റ് സോങ്സ് വർ ബോൺ, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ഇന്നും കുറച്ച് കഥകളും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. പനിസരിഗ ഗപനിസരി രിഗ പനിസ പനിസരിഗ ഗപനിസരി രിഗ പനിസ പനിസരിഗ ഗപനിസരി രിഗ പനിഗരി സനി പനി വിസ നിപഗപ സനി പഗരി വാതാപി ഗണപതിം ഭജേഹം. 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 വാരണാസ്യം വാരണാസ്യം വരപ്രദം ശ്രീ വാരണാസ്യം വരപ്രദം ശ്രീ വാരണാസ്യം വരപ്രദം ശ്രീ വാതാപി ഗണപതിം ഭജേഹം. ഗണപതിം ഭജേഹം. ഗണപതിം ഭജേഹം. ഭൂതാതിസംസേവിത ചരണം. ഭൂതാതിസംസേവിത ചരണം. ഭൂതാതിസംസേവിത ചരണം. ഭൂതഭൗതിക പ്രപഞ്ച പരണം. ഭൂതാതിസംസേവിത ചരണം. ഭൂതഭൗതിക പ്രപഞ്ച ഭരണം. വിതരാഗിണം വിനുതയോഗിനം. വിതരാഗിനം വിനുതയോഗിനം വിശ്വകാരണം വിഘ്നവാരണം. വാതാപി ഗണപതിം ഭജേഹം. വാരണാസ്യം വരപ്രദം ശ്രീ വാതാപി ഗണപതിം ഭജേഹം. കുംഭസംഭവ മുനിവര പ്രപൂജിതം ത്രികോണമധ്യഗതം. കുംഭസംഭവ മുനിവര പ്രപൂജിതം ത്രികോണമധ്യഗതം. മുരാരേ പ്രമുഖാദ്യുപാസ്ഥിതം മൂലാധാരക്ഷേത്രസ്ഥിതം. മുരാരേ പ്രമുഖാദ്യുപാസ്ഥിതം മൂലാധാരക്ഷേത്രസ്ഥിതം. പട്ടാദിചര
കരാംബുജപാശ ബീജാപൂരം ഗബഗരി സനി സരി കരാംബുജപാശ ബീജാപൂരം പനിസക പനിസരി കരാംബുജപാശ ബീജാപൂരം രിഗ പനിസനി പനിസരി പാനിസരി കരാംബുജപാശ ബീജാപൂരം കരി സരി സനി സനി പനി പഗ കരാംബുജപാശ ബീജാപൂരം സസ പരിസനി ബനിനി സാനി പഗ പപ പഗരി സരി ഗഗ ഗഗ ഗരി ഗ പനി രി സനി പഗരി കരാംബുജപാശ ബീജാപൂരം സാസനി പനി സാസനി പഗരി നി സരി ഗ പനി സരി ഗനേനി പസനി പനി പഗ പനേനി സരി കരാംബുജപാശ ബീജാപൂരം സാസ നിരി സനി സനി പനി പഗ പഗരി ഗരി സനി പനി സരി ഗ പരി സാ സാ സ ദ സ മദ സരി മരി സ സ ദ മരി സ സരി മദ ക മ പഗ പ മഗ പ മഗ സ ദ സ ഗ സ ഗ മഗ മഗ സ പ മഗ സ ത പ മഗ സ പഗരി സനി പനി രി ഗ സനി പഗരി ഗ രി സനി പനി സ സനി പഗ പനി ഗ പനി സ ഗരി പാനി രി പാനി സരി ധ പ പ മ മഗ ഗ സ സരി ഗ സ മദ തി പ സ ഗ ഗ പ പനി രി ഗരി സരി സനി പനി പഗരി ഗ കരാംബുജപാശ ബീജാപൂരം കരാംബുജപാശ ബീജാപൂരം കരാംബുജപാശ ബീജാപൂരം കലുഷ വിദൂരം ഭൂതാരം ഹരാതി ഗുരുഗുഹദോഷിത ബിംബം ഹംസധ്വനി ഭൂഷിത ഹേരംബം വാരാഭിഗണപതിം ഭജേ അംബാരണാർത്തിം വരപ്രദോ ശ്രീവാരാഭി ഗണപതിം ഭജേഹം 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 എന്തൊരു ബ്രില്യൻ വേർഷൻ, ഭയങ്കര രസമായിരുന്നു. ചേട്ടാ ഇതിന്റെ സ്ട്രക്ചർ ഫുൾ അവനാണ്, ആ സ്വരങ്ങളും ആ അറേഞ്ച്മെന്റ് ഒക്കെ ദിൽരാജാണ്. ഇറ്റ്സ് ബ്രില്യൻറ്റ്. ആൻഡ് ഇത് ദീക്ഷിതന്റെ സെക്കൻഡ് സോങ് ആണ്. സോ അത് കാരണം കൊണ്ട് ലുക്സ് ലൈക്ക് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ടു ദീക്ഷിതർ. ഹിയർ യു ഹാവ് ഹാഡ് 2 songs ആൻഡ് യു ഗൈസ് ഹാവ് ഡൺ ഗ്രേറ്റ് ജോബ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ശ്രുതിഭേദം കൊണ്ടുവരിക, ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് യു ഹാവ് നോട്ട് മിസ് ദ ജോയ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. താങ്ക് യു. ദിൽരാജൻ സൂര്യ, അത് ദിൽരാജിന്റെ ആണല്ലേ അതിന്റെ മൊത്തം സ്ട്രക്ചർ. ശരിക്കും ആ സ്ട്രക്ചർ നല്ലതായിരുന്നു കേട്ടോ, വളരെ നല്ലതായിരുന്നു. സ്വരങ്ങളൊക്കെ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ കൂടെ നല്ല, എനിക്ക് ആകെ തോന്നിയത് പിന്നെ കുറച്ച് സ്ലിപ്സ് ഉണ്ടായിരുന്നു അല്ലേ. വാതാപി, വാരണാസ്യം, ഭൂതാദി സംസേവിത അവിടെ. പിന്നെ വേറൊന്ന് ഇതിനോട് പറയാൻ, അതായത് യൂഷ്വലി എല്ലാവരും പ്രണവ സ്വരൂപയിലാണ് സ്വരവും നിരവലൊക്കെ പാടുന്നത്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ അത് രസമുണ്ടായിരുന്നു. MDR പാടി കേട്ടിട്ടുള്ള ഒരു സജഷനാണ്. MDR does that. ശരി. അത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സൂര്യ പാടിയതിനകത്ത് ആ രണ്ടാമത്തെ സ്വരം പാടുന്നില്ലേ, റിഗപ്പാൻ തുടങ്ങുന്ന ഒരു സ്വരം, അതൊന്നുകൂടെ വൃത്തിയാവാൻ തോന്നി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലും ആ ഒരു ഫിനിഷ് ചെയ്യുന്നൊരു ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ആ ലാസ്റ്റ് പല്ലവിയിലും തോന്നി. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ്. നിങ്ങളുടെ ഇത്രയും പഠിച്ച് നിങ്ങൾ പാടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. ദിലുമോൻ ആൻഡ് സൂര്യക്കുട്ട ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ദിലു, നീ നല്ലൊരു എന്താ പറയുക മ്യൂസീഷ്യൻ ആണെന്ന് ഇങ്ങനെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും മ്യൂസീഷ്യൻ ആണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും മിഥുൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തത് നീയാണെന്ന് കേട്ടപ്പോൾ ഒരുപാട് പ്രൗഡായി, സന്തോഷമായി. അതിനൊരു പ്രത്യേക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ ഇങ്ങനത്തെ ഈ റൗണ്ടിൽ എല്ലാവരും പാടിയപ്പോൾ പറഞ്ഞില്ലേ, ചില എൻഡ് ലൂസായിട്ടിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ അത് കുറച്ചും കൂടി ടൈറ്റർ ആക്കാം എന്നൊക്കെ, നമുക്ക് അങ്ങനെ ഒരു ഇൻടാക്ട് ആക്കാം തോന്നുന്നത്. ഇത് അങ്ങനെയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക എഡ്ജിൽ ഇരുത്തിട്ട് അങ്ങനെയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ബ്രില്യൻ ഡിസൈൻ ദിൽരാജ്, പറയാതിരിക്കാൻ വയ്യ. നല്ല ആക്ച്വലി ഒരു 200 years പഴക്കമുള്ള
ഒരു കൃതിയാണല്ലോ. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ലുക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വാതാബി അത്ര വേർഷൻസ് ഒന്നും നമ്മൾ ഓൺലൈൻ കിട്ടില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ദിൽരാജ് അറേഞ്ച് ചെയ്ത ഈ ഒരു ഡിസൈൻ ചെയ്ത ഈ ഒരു സംഭവം ഐ തിങ്ക് ഇത് പലർക്കും റെഫറൻസ് ആയിട്ട് ഫ്യൂച്ചറിൽ കിഡ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഈ വാതാപിയുടെ കാലം. ദീക്ഷിതറിന്റെ 250th ഇയർ ആട്ടോ. 258 years. 50th. 50th year. Okay. Oh, wonderful. അപ്പൊ അത് നമ്മളെ സെലിബ്രേഷൻ പോലെ ആയി ഇപ്പൊ. അതെ, 2 പാട്ടുകൾ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. അതെ. ചേച്ചി, ആദ്യം നമുക്ക് ദിൽരാജിന്റെ മാർക്സ് നോക്കാം. Wow! 99! Hello! Super! എക്സലന്റ്. Super! ഇനി സൂര്യയുടെ മാർക്സ്. Absolutely! Wow! 99! സൂര്യ സൂപ്പർ! രണ്ടുപേർക്കും ഒരേ മാർക്സ് ആണ്. അടിപൊളി. 1190. ഓക്കെ. ഇവിടെ അടുത്ത 99ല് നേരെ 1191.5. There you go. On 5 and 6, സൂര്യനാരായണൻ and ദിൽരാജ് ഗോപി. സംഗീതമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ക്യാമറയോട് നമ്മുടെ ഫോട്ടോഗ്രാഫിയോട് പാഷൻ തോന്നിയിട്ട് ആ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് എടുത്ത് നേരെ വേറെ പഠിക്കാനൊന്നും പോയില്ല, നേരെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അങ്ങനെ ഒരാളുണ്ടോ സർ ഇവിടെ? അല്ലെ, യു ആർ ദ സെയിം റൈറ്റ്? യു ആർ, ഐ മീൻ വീട്ടിലെല്ലാരും മ്യൂസിക് എന്നുള്ള രീതിയിൽ നിന്നപ്പോ you took your camera and still photography was your passion first. അതെ. ആക്ച്വലി ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു വലിയ ആൽമരത്തിന്റെ അടിയിൽ വേറെ മരങ്ങൾ വളരില്ല. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്, യു നോ. ആൻഡ് സോ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഏരിയയിലേക്ക് പോകുന്നതാ ഭേദം. സോ എനിവേ, താൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് തിരിച്ച് വരികയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഓൾ ദ ബെസ്റ്റ്. സോ ദ 7 notes ആൻഡ് ദ 7 colors ഓഫ് ദ ലൈറ്റ്, അതെല്ലാം കൂടി നിന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ വിബ്ജിയോറും സപ്തസ്വരങ്ങളും ചേർന്ന് ഒലിക്കട്ടെ. അപ്പൊ ഫ്രെയിമിൽ മാത്രമല്ല കവിത, ഏഷ്യനെറ്റും അമ്മയുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളത് ഇപ്പൊ ചേച്ചി ചോദിച്ചപ്പോ പറഞ്ഞാണ്. ഏഷ്യനെറ്റും അമ്മയായിട്ടുള്ള ബന്ധം എന്താണെന്നറിയോ? ശ്യാമസുന്ദര. ARന്റെ വീട്ടിൽ ഒരു ദിവസം അവർക്ക് ഈ ഏഷ്യാനെറ്റ് തുടങ്ങാൻ പോണ സമയത്ത് ഒരു ട്യൂൺ ഉണ്ടാക്കണം. അപ്പോൾ ക്ലാസിക്കൽ അറിയണ ചിലവർ വിളിച്ചു. ആൻഡ് അപ്പോൾ ഭാസ്കരൻ മാഷാണ് എഴുതുന്നത്. അപ്പോൾ അമ്മ പോയിരുന്നു. അപ്പോൾ ആ പാട്ടിലാണ് ശ്യാമസുന്ദര കേര കേദാരഭൂമി നവജീവിത ബലധാന്യ സമ്പന്ന ഭൂമി. ഒരു നാടൻ ആനന്ദഭൈരവിയുടെ ടച്ചും മോഡേണും മിക്സ് ചെയ്ത് ചില സോങ്സ് ബിക്കം എവർലാസ്റ്റിംഗ്. ദാറ്റ് സോങ് ഈസ് റഹ്മാൻ ഒരു ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു. ഒരു അമാൽഗമി ഓഫ് ലെജൻഡ്സ് ആണ് ഈ പാട്ട് ശരിക്കും പറഞ്ഞത്. പിന്നെ ഏഷ്യനെറ്റ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ പാട്ടും കല്യാണി മേനോൻ മാമിനെയും ഒക്കെ ആ ശബ്ദം അങ്ങനെ തന്നെ അത് വെച്ചില്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. അതെ.